വേടനെതിരെ വീണ്ടും പരാതി. ഈ വട്ടം മുഖ്യമന്ത്രിയാണ് രണ്ട് യുവതികളെ സമീപിച്ചേക്കുന്നത്. ഏതായാലും കൊച്ചു പിള്ളേരുൾപ്പെടെ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതം നയിക്കുന്ന കലാകാരനാണ് കേട്ടോ വേടൻ. ഇവിടെ നമുക്ക് ജാതിക്കാടൊന്നും ഇറക്കാൻ പറ്റത്തില്ല. കാരണം ജാതി ഏതായാലും മതം ഏതായാലും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരായ മാർഗത്തിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്, നല്ല രീതിയിലായിരിക്കണം ജീവിക്കേണ്ടത്. അതല്ല തെറ്റുകളെല്ലാം ചെയ്ത് കുത്തഴിഞ്ഞൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ജീവിതം നമ്മളെ വേട്ടയാടും. ആ വേട്ടയാടലാണ് ഇപ്പൊ വേടനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരാതി കൊടുത്ത യുവതികൾ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരും തെറ്റുകാർ തന്നെയാണ്, അവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. എന്നാൽ ഇവിടെ വേടൻ ഒരു പബ്ലിക് ഫിഗറാണ്. എല്ലാ ആൾക്കാരും വേടനെ ഫോളോ ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. വേടന്റെ പാട്ടുകൾ ഇഷ്ടമാണ്, വേടന്റെ ഉപദേശവും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഉപദേശിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടാകണം. കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന്, ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് വേടൻ വിട്ടു നിൽക്കണം. വരുന്ന ആരാധികമാർക്കെല്ലാം അങ്ങ് വിവാഹ വാഗ്ദാനം നൽകാൻ വേണ്ടിയിട്ട് വേടൻ ആരാണ്? എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്.